PR ശിവശങ്കരൻ, ഇപ്പോൾ അങ്ങ് നേരത്തെ ഉന്നയിച്ചു യു ഡി എഫിന്റെ മുഴുവൻ വോട്ട് പ്രതീക്ഷയും സീറ്റ് പ്രതീക്ഷയും ന്യൂനപക്ഷങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നുള്ളത്. 3 ജില്ലകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ എറണാകുളത്തെ സീറ്റുകൾ, മലപ്പുറത്തെ സീറ്റുകൾ, കോഴിക്കോട്ടെ സീറ്റുകൾ എന്ന് പറയുമ്പോൾ അത് ന്യൂനപക്ഷത്തെ മാത്രം ആശ്രയിച്ചുള്ളതാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി പോവുക കഷ്ടമല്ലേ? ഇപ്പോൾ ഓരോ പാർട്ടികൾക്കും കൃത്യമായി അവർക്ക് ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. BJPക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഭൂരിപക്ഷത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതാണ് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ലീഗ് മലപ്പുറത്താണ് അവരുടെ ആസ്ഥാനം, അല്ലെങ്കിൽ മലപ്പുറം കേന്ദ്രീകരിച്ചാണ് അവരുടെ അധ്യക്ഷനടക്കമുള്ളത്. അവിടെയാണ് അവരുടെ പ്രഭാവ കേന്ദ്രം. ഇപ്പോൾ കണ്ണൂർ CPMന്റെ കോട്ടയാണ് എന്ന് പറയില്ലേ? അത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വോട്ട് എന്ന നിലയ്ക്ക് പറയാൻ കഴിയുമോ? തൃശ്ശൂരാണ് നിങ്ങളുടെ വലിയ ശക്തി കേന്ദ്രം എന്ന് പറയാറില്ലേ? അതിപ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വോട്ട് എന്ന് പറയാൻ കഴിയുമോ? ആ നിലയ്ക്ക് 3 ജില്ലകളെ കുറിച്ച് അവരുടെ കണക്ക് പറയുമ്പോൾ അത് ന്യൂനപക്ഷത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ന വിമർശനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഈ അവകാശവാദങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? വളരെ നല്ല ചോദ്യങ്ങളാണ്. ഞാൻ ഏതായാലും എന്നോട് ചോദിച്ച ചോദ്യങ്ങളോട് ഉത്തരം പറയാതിരിക്കാൻ ഒട്ടും ശ്രമിക്കില്ല. മാത്രമല്ല, ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് മറ്റുള്ളവർ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാലേ ഞാൻ എൻ്റെ ചോദ്യങ്ങൾക്ക് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ എന്നുള്ള വാശിയും ഞാൻ പിടിക്കില്ല. പ്രിയപ്പെട്ട മാധു, ഞാൻ മാധുവിൻ്റെ ഈ ചോദ്യത്തിലൂടെ തന്നെ കടക്കാം. ആദ്യമായിട്ട് ഞാൻ താങ്കൾ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായതാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഞാൻ എറണാകുളത്തിൻ്റെ 12 സീറ്റും കൂടെ പറഞ്ഞിരുന്നു. അതിൽ തീർച്ചയായും കോൺഗ്രസിന് അവകാശപ്പെട്ടാണ് അതിൽ ഭൂരിപക്ഷം സീറ്റുകൾ. അതുകൊണ്ട് ലീഗിൻ്റെ ഞാൻ പറഞ്ഞു തീരട്ടെ, ഞാൻ ലീഗിൻ്റെ സീറ്റുകൾ മാത്രമല്ല കോൺഗ്രസിനും സീറ്റ് കൂടും എന്ന് തന്നെയാണ് ഞാൻ ആദ്യത്തെ എൻ്റെ ഒരു സ്റ്റാൻസയിൽ പറഞ്ഞു തീർത്തത്. അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് കൂടും, സീറ്റ് കൂടും. പക്ഷേ ലീഗിൻ്റെ പിന്തുണയിൽ, ലീഗിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്. പ്രത്യേകിച്ച് അത് ന്യൂനപക്ഷങ്ങളുടെ കാര്യം. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ള ജില്ലകളിലാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ വരുന്നത് എന്നതാണ് ഞാൻ ആ 3 ജില്ലകളെ ഉദ്ദേശിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ടോട്ടൽ 36 സീറ്റ് 3 ജില്ലയ്ക്ക് എന്ന് പറഞ്ഞത്. മറ്റുള്ള ജില്ലകളിൽ കോൺഗ്രസിന് അത്രയേറെ സാധ്യതയില്ല. നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ചാനലുകളിൽ, അത് ഏതൊക്കെ മതങ്ങളാണ്, ജാതികളാണ് എന്ന് ചിന്തിച്ചു കൊണ്ടാണ് പറയാറുള്ളത്. അത് ശരിയല്ല പൂർണ്ണമായി എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷേ ഇത്തരം ചർച്ചകൾ പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ 3 ജില്ലകളിൽ മാത്രം UDFന് ഇത്രയേറെ സീറ്റുകൾ കിട്ടുന്നത് എന്നുള്ള ഒരു ആർഗ്യുമെന്റിന്റെ ഉത്തരം എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞതാണ്. അതല്ലാതെ അത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിച്ചില്ല. തീർച്ചയായിട്ടും ഹിന്ദുക്കളും വോട്ട് ചെയ്തിട്ടുണ്ടാവും, മറ്റുള്ളവരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവും, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം കിട്ടുന്ന സീറ്റുകൾ ഈ ജില്ലയിൽ നിന്നാണ് എന്ന സത്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. 1. 2, ഇവിടുത്തെ ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് സാർ പറയുന്നത് പോലെ ചരിത്രത്തിൽ എപ്പോഴും തനിയാവർത്തനങ്ങളല്ല രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകൾ. അത് അസംബ്ലിയുടെയോ ലോക്സഭയുടെയോ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിൻ്റെയോ തിരഞ്ഞെടുപ്പുകളുടെ പേഴ്സൻറ്റേജോ അതിൻ്റെ സ്ട്രാറ്റജിയോ അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് എല്ലാം വെച്ചുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിനെ കണക്കാക്കുന്നത് അത്ര നല്ല ലക്ഷണമല്ല, അല്ലെങ്കിൽ അത് ശരിയുമല്ല. പലയിടത്തും വ്യത്യാസം വന്നിട്ടുണ്ട് ചരിത്രത്തിൽ. ഞാൻ ധാരാളം തിരഞ്ഞെടുപ്പുകൾ, അത് കേരളത്തിലെയും അങ്ങയുടെ അത്രയും രാഷ്ട്രീയ വിദ്യാഭ്യാസമോ എനിക്ക് അത്രയും പരിചയം ഇല്ലെങ്കിൽ കൂടി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത്തരം തികച്ചും വിഭിന്നമായ തിരഞ്ഞെടുപ്പ് വിജയങ്ങളെല്ലാം മറ്റു പല പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. അട്ടിമറി ഉണ്ടായിട്ടുണ്ട് ലോക്സഭയിലും അതുപോലെ തന്നെ അസംബ്ലിയിലും എല്ലാം. എക്സിറ്റ് പോളുകൾക്ക് പോലും വിരുദ്ധമായ ചില അഭിപ്രായങ്ങൾ, തിരഞ്ഞെടുപ്പ് വിജയങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വെറും ഈ പറയുന്ന ത്രിതല പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത തവണ കോൺഗ്രസ് 100 തവണ ജയിക്കും, അല്ലെങ്കിൽ സതീശൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഉത്തുംഗ ശൃംഗം കാണിക്കുന്നത് അതാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അങ്ങേക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ എന്ന് സംശയിച്ചു പോയാൽ ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അങ്ങേ ഏതെങ്കിലും ഒരു തിലകം ചാർത്തുകയല്ല എന്നുകൂടി മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത്, എനിക്ക് ആത്മവിശ്വാസമില്ല എന്നുള്ളതാണ് പാവം രാജുവിൻ്റെ ഒരു വലിയ വിഷമം. പ്രിയപ്പെട്ട രാജു, താങ്കളുടെ ആത്മവിശ്വാസത്തിൻ്റെ കാര്യം പറയാം. എന്താണ് താങ്കളുടെ ആത്മവിശ്വാസം? താങ്കൾ വരുന്നത്, ഞാനും തൃപ്പൂണിത്തുറക്കാരനാണ്. തൃപ്പൂണിത്തുറയിൽ താങ്കളുടെ ഭാഗത്തുനിന്ന് ജയിച്ച കൗൺസിലർ ഇന്ന് ആർക്കാ വോട്ട് ചെയ്തത്? മുനിസിപ്പാലിറ്റിയിൽ CPMൻ്റെ ആരാ അവിടെ വോട്ട് ചെയ്തത്? കോൺഗ്രസിന്. അപ്പോൾ ഞങ്ങൾക്ക് ജയിക്കുവാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർമാൻ ഉണ്ടായപ്പോൾ ഞങ്ങൾ ജയിക്കുമെന്നായാൽ ഞങ്ങളെ തോൽപ്പിക്കുവാൻ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ അതേ നടപടികൾ കേരളത്തിലും ചെയ്യുന്നു. ഞങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ മുന്നണിയായി മാറുന്നു. ഏതാണ്ട് 36ഓളം കക്ഷികൾ ഒരുമിച്ച് നിന്നാണ് തൃപ്പൂണിത്തുറയിൽ ഞങ്ങൾ എതിർക്കുന്നത്.
അതുകൊണ്ട് CPM-ന്റെ ഭരണവിരുദ്ധതയെ തകർക്കുവാൻ ശക്തമായി BJP സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് അതുകൊണ്ടാണ് തൃപ്പൂണിത്തുറയിൽ ഞങ്ങൾ പ്രതിപക്ഷമാകുന്നത്. അതുപോലെ ഷൊർണൂരായാലും ഒറ്റപ്പാലത്തായാലും ഞങ്ങൾക്ക് പ്രതിപക്ഷത്ത് നിന്ന് സീറ്റ് കൂട്ടാൻ പറ്റുന്നത്. എവിടെയാണോ CPM-നെ തടയുവാനായിട്ട് BJP-ക്ക് ശക്തിയുള്ളത്, ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് മണ്ഡലത്തിൽ ചില ജില്ലകളിൽ ഞങ്ങൾക്ക് ശക്തിയില്ല, സംഘടനാ ശക്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് കുറയുന്നുണ്ട്. പക്ഷേ എവിടെയെങ്കിലും കോൺഗ്രസിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ, ഞങ്ങൾക്ക് ആ പ്രതീക്ഷ ഉണ്ടാക്കാൻ സാധിച്ചാൽ ജനങ്ങൾ ഞങ്ങൾക്ക് പിന്തുണരുന്നുണ്ട്. അവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവിടെ നിങ്ങൾ CPM-ന് പിന്തുണ നൽകുന്നു. CPM-ന്റെ സ്ഥാനാർത്ഥികളെ നിങ്ങളുടെ കൗൺസിലർമാരെ വോട്ട് ചെയ്ത് നിങ്ങളുടെ അവിടത്തെ തൃപ്പൂണിത്തുറയിൽ അവിടുത്തെ നിയമസഭാ കക്ഷി നേതാക്കളാക്കുന്നു. ഇതല്ലേ നടക്കുന്നത്. എന്നിട്ട് പറയും എനിക്ക് ആത്മവിശ്വാസമില്ലെന്ന്. ആത്മവിശ്വാസം നിങ്ങൾ BJP ജയിക്കുന്നവരെ മാത്രമാണ്. ജയിച്ചാൽ നിങ്ങൾ ഒറ്റക്കക്ഷികളാണ്. പ്രിയപ്പെട്ട രാജു, ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ കോൺഗ്രസ് എപ്പോഴും ഞങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഇപ്പൊ PM ശ്രീ പദ്ധതി നോക്കൂ, ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഇവിടെ PM ശ്രീ പദ്ധതി തെറ്റാണ്, ചെയ്യാൻ പാടില്ല. പക്ഷേ കർണാടകയിൽ PM ശ്രീ പദ്ധതി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് 517 കോടി രൂപ നിങ്ങൾ വാങ്ങിച്ചില്ലേ? 585 സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂളിന് 1 കോടി രൂപ വെച്ചിട്ട് ഈ സർക്കാർ വാങ്ങിച്ചില്ലേ? എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല എന്ന് പറയണം. നിങ്ങൾ എതിർക്കണ്ടേ? പക്ഷേ കർണാടകയിൽ നിങ്ങൾക്ക് PM ശ്രീ പദ്ധതി വേണം. പക്ഷേ കേരളത്തിൽ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ വികസന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അത് എഡ്യൂക്കേഷൻ പോളിസിയെ സാഫ്രണൈസ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എതിർക്കുന്നു. നിങ്ങൾക്ക് കേരളത്തിന്റെ പദ്ധതി അതിനെ എതിർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ്.